Hi, good afternoon. I am Fida. So, today I'm going to present on the topic light and the phenomena related to light, reflection, and refraction. So, moving on to the topic and the class. That is, we all are familiar with what is light and some interesting and beautiful phenomena related to the light. So here I am discussing about a basic phenomena that is related to the light, which is reflection and refraction. സോ നമ്മൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ? നമ്മൾ ഡ്യൂറിങ് ഡേ ടൈം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സൺലൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കത് ഉപകാരപ്പെടുന്നുണ്ട്. ഇനി നൈറ്റ് ടൈമിലാണെങ്കിൽ നമുക്ക് സൺലൈറ്റ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ മറ്റ് ലൈറ്റുകളിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. സോ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഫിനോമിനാസാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള രണ്ട് ഫിനോമിനാസ് ആണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പോകുന്നത് റിഫ്ലക്ഷൻ എന്താണെന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും വി ഓൾ ആർ എന്താണ് രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ഡ്രസ്സൊക്കെ ചെയ്താൽ നമ്മൾ മുഖം നോക്കും അല്ലേ? രാവിലെ കണ്ണാടി നമ്മൾ എല്ലാവരും മുഖം നോക്കുന്നവരാണ്. സോ നമ്മൾ അവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ ഫിസിക്സ് സ്റ്റഡി. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ അലമാരയുടെ മുന്നിലുള്ള പ്ലെയിൻ മിററിലാണ് നമ്മൾ നമ്മുടെ ഫേസ് നോക്കുന്നത്. സോ അതാണ് നമ്മൾ ബേസിക് ആയിട്ട് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ബീം ഓഫ് ലൈറ്റ്, ഓക്കെ, ഒരു ഇമേജിൽ ഒരു സർഫസിൽ തട്ടിയിട്ട് അത് ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ ഒക്കെ വെൻ ലൈറ്റ് ബൗൺസ് ഓഫ് എ സർഫസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഈ ഫിഗർ നോക്കാം. ഓക്കെ, ഈ ഫിഗറിൽ ഇവിടെ നമ്മളൊരു മിറർ എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ലൈറ്റ് അല്ലേ? മിററാണ് അത്. ദെൻ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിൽ നിന്നും ഉള്ള റേസ്, ആ റേസ് നമ്മുടെ മിററിൽ ഇൻസിഡൻറ്റ് ചെയ്യാണ്. മിററിൽ ഇൻസിഡൻറ്റ് ചെയ്ത റേ പിന്നെ തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത റേ കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഈ ഇമേജ് ഉള്ള പോലെ നമുക്ക് തോന്നുന്നത്. ഒരു പ്ലെയിൻ മിററിൻ്റെ കേസാട്ടോ പറയുന്നത്. അപ്പം നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളുണ്ട്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ലെറ്റ് മീ സേ ദാറ്റ് ഇതെടുക്കാം. ഓക്കെ, ഇതിൽ നമുക്കറിയാം നമ്മളൊരു നേരത്തെ കണ്ട ഫിഗറിൽ കണ്ട പോലെ തന്നെ ഒരു മിററിനെ വരയ്ക്കുകയാണ്. അപ്പോൾ കൺസിഡർ ദിസ് ഇസ് എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററാണ് ഇതെന്ന് കൺസിഡർ ചെയ്യാം. ഇതിലോട്ട് നമ്മുടെ എന്താണ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ ഇൻസിഡൻറ്റ് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, ഒരു റേ ഇങ്ങോട്ട് വന്നു ഇൻസിഡൻറ്റ് ചെയ്തു, അത് എന്ത് ചെയ്തു? റിഫ്ലക്റ്റ് ചെയ്ത് പോയി. ഈ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഈ റേനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. ഇനി നമ്മൾ ഈ മിററിനും പെർപെൻഡിക്കുലർ ആയിട്ടും ഇൻ ബിറ്റ്വീൻ ദിസ് റിഫ്ലക്റ്റഡ് ആൻഡ് ഇൻസിഡൻറ്റ് റേനായിട്ട് നമ്മളൊരു ലൈന് വരയ്ക്കുകയാണ്. അങ്ങനെ ഒരു ലൈന് വരച്ചാൽ എങ്ങനെ പോവുക? ഇങ്ങനെ ഇതിന് നേരായിട്ട് ഇങ്ങനെ പോകും അല്ലേ? ഈ ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വാക്കുകളൊക്കെ കിട്ടിയില്ലേ? ദിസ് ഈസ് എ പ്ലെയിൻ മിറർ ആൻഡ് ദിസ് ഇസ് ദ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, ദിസ് ഇസ് എ നോർമൽ. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് കോൾഡ്, ഈ ആംഗിൾ ആണത്. ഓക്കെ, ഈ ആംഗിളിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് ആംഗിൾ ഐ എന്ന് പറയും. ഇൻസിഡൻറ്റ് ആംഗിൾ ഐ എന്നാണ് ഈ ആംഗിളിനെ പറയുന്നത്. ഇനി നമ്മൾ ഈ ആംഗിൾ, അതായത് റിഫ്ലക്റ്റഡ് റേയും അതേപോലെ നോർമലും തമ്മിലുള്ള ആംഗിളാണിത്. ആ ആംഗിളിനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് ആംഗിൾ ആർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അതാണ് നമ്മൾ ഈ ഫിഗറിലും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് എന്താണ്? ഓക്കെ, ഇവിടെ കൊടുത്ത് നോക്കൂ, ശ്രദ്ധ. ഇവിടെ എല്ലാതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒബ്ജക്റ്റ് എന്ന് വരുന്ന റേയാണ് ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റ് ചെയ്തു. ഇത് തമ്മിലുള്ള ആംഗിൾ ബിറ്റ്വീൻ നോർമൽ, ഈ യെല്ലോ ഡോട്ടഡ് ലൈനാണ് നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോർമൽ ആൻഡ് എന്താണ് ഇൻസിഡൻറ്റ് റേ, ദിസ് ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് ആംഗിൾ ഐ ആൻഡ് ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് നോർമൽ എൻ ഈസ് കോൾഡ് റിഫ്ലക്റ്റഡ് ആംഗിൾ ആർ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത്.
ഇനി നമ്മൾ രണ്ട് ലോസ് റിലേറ്റഡ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടാണ്. ഇമേജ് നമ്മൾ മിററിലൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടല്ലോ, ആ ഇമേജിനായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഇമേജിനെയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ റിഫ്ലക്ഷനിൽ നമ്മൾ രണ്ട് ലോസ് ആണ് പറയുന്നത്. അതിനെയാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇത് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, എന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. സോ ദ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ദാറ്റ് മീൻസ് എന്താണ് ഇതാ ഈ ആംഗിൾ, അതായത് ആംഗിൾ I which is the angle of incident which is equal to എന്താണെന്നാ പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് R എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ I എന്ന് പറയുന്ന ആംഗിളും R എന്ന് പറഞ്ഞ ആംഗിൾ സെയിം അല്ലേ? സോ ഫസ്റ്റ് ലോ അതാണ്, വളരെ സിമ്പിൾ ആണ് ഓർത്തേക്കാൻ. ദ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ദ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലേൻ. അത് നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും എല്ലാം എവിടെയാണുള്ളത്? നമ്മുടെ ആ ഒരു പേപ്പറിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ബോർഡിലാണെങ്കിൽ ആ ഒരു ബോർഡിൽ ഒരു പ്ലെയിനിലാണുള്ളത് അല്ലേ? അല്ലാതെ അത് ഒന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തൊക്കെ ഉള്ളിലോട്ട് അങ്ങോട്ട് ഇറങ്ങി പെനിട്രേറ്റ് ചെയ്ത് നിൽക്കുകയൊന്നും ചെയ്യുന്നില്ല. എല്ലാതും നോർമൽ പ്ലെയിൻ. അതാണ് രണ്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, നമ്മൾ റിഫ്ലക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. റിഫ്ലക്ഷനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും പറയുന്നത് മിറേഴ്സും ലെൻസസും ആണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ വരുന്നത്. സോ ഞാനിവിടെ പ്ലെയിൻ മിററിനെ പറ്റി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് ദ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ നമ്മൾ രാവിലെ മുഖം നോക്കുന്ന കണ്ണാടി, അതേ ഉള്ളൂ കേട്ടോ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ നമ്മളൊരു ഒബ്ജക്റ്റ്, നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ അതിന് കുറച്ച് ആ പ്ലെയിൻ മിററിലൂടെ കാണുന്ന ഇമേജിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഓക്കെ, ആ പ്രത്യേകത വെച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ആർ സം പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഫോമിങ് ഇൻസൈഡ് ദ പ്ലെയിൻ മിറർ. എന്തൊക്കെയാണ്? 4 പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇമേജ് ഫോംഡ് ഈസ് വിർച്വൽ ആൻഡ് അപ്രൈറ്റ്. അതായത് ഇമേജ് ഫോംഡ് ഇൻ ദ പ്ലെയിൻ മിറർ. നമ്മുടെ മുഖം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ആ ഉള്ളിൽ കാണുന്ന ആ ഇമേജ് എന്ന് പറയുന്നത് ഒരു വിർച്വൽ ഇമേജ് ആണെന്നാണ് പറയുന്നത്. ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു വിർച്വൽ ഇമേജ് ആണ്. അപ്പോൾ എന്താണ് ഈ വിർച്വൽ ഇമേജ്? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും അല്ലേ? അപ്പോൾ വിർച്വൽ ഇമേജും റിയൽ ഇമേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് വിർച്വൽ ഇമേജും റിയൽ ഇമേജും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, നമുക്കൊന്ന് കണ്ടാലോ. നമ്മുടെ മിററിലൂടെ കാണുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഇമേജിനെ നമ്മളൊരു സ്ക്രീനിൽ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള ഇമേജ് ആണെന്ന് പറയാം. നമ്മൾ സ്ക്രീനിൽ കിട്ടാത്ത ഇമേജുകൾ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ വിർച്വൽ ആയിട്ടുള്ള ഇമേജ് എന്ന് പറയും. അതായത് സപ്പോസ് കൺസിഡർ ചെയ്യാം, നമ്മളെ മിററാണ് ഇതാണ് നമ്മുടെ മിറർ. ഓക്കെ, മിറർ ഇതിൻ്റെ ബാക്ക് ഭാഗം ആട്ടോ അതാണ് നമ്മൾ ഇങ്ങനെ വരയിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് പ്ലെയിൻ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പം മിററാണിത്. ഈ മിററിൽ നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ വെച്ചു. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് നമ്മൾ മിററിൽ തട്ടുമല്ലോ. ആ റേസിനെ നമ്മൾ എങ്ങനെ വരക്കാം? നേരെയാണ് വിചാരിക്കുക കേട്ടോ, ജസ്റ്റ് ഇല്ല. ഓക്കെ, ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന 2 ഇൻസിഡന്റ് റേ ആണ് ഇത് രണ്ടും എന്ത് ചെയ്തു? ഇവിടെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത റേസിന് ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇമേജ്, ഈ സ്ക്രീനിൽ നമുക്കൊരു ഇമേജ് കിട്ടുന്നുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ദ റിയൽ ഇമേജ്. ഈ നമ്മുടെ പ്ലെയിൻ മിററിൻ്റെ കേസിലോട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ ഒപ്പരം നിന്ന് നമ്മുടെ നേരെയായിട്ട് തന്നെ നമ്മൾ വേറൊരു ഒരു സ്ക്രീനിനെ വെച്ചിട്ട് നമുക്ക് നമ്മളെ ഈ കണ്ണാടിയിൽ കാണുന്ന നമ്മളെ നമുക്ക് ആ സ്ക്രീനിൽ കിട്ടുമോ? ഇല്ല, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ ഒരു കാര്യം പോസിബിൾ അല്ല. എന്തിൻ്റെ കേസിൽ? പ്ലെയിൻ മിററിൻ്റെ കേസിൽ. അത് നമ്മൾ മറ്റ് ഫിഗറിൽ നമ്മൾ കണ്ടിരുന്നു. എന്താണ് ഈ ഫിഗറിൽ നോക്കൂ. ഈ ഫിഗറിൽ നമ്മൾ കണ്ടിരുന്നു ഇമേജ് എന്തിൻ്റെ ഉള്ളിലാണ്? മിററിൻ്റെ ഉള്ളിൽ നിന്നാണ്, നമുക്ക് ഉള്ളിലുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? സ്ക്രീനിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇമേജിന് വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ ഇമേജ് സൈസ് ഓഫ് ദ ഇമേജ് സൈസ് ആസ് ദ സെയിം ഒബ്ജക്റ്റ് ആയിരിക്കും.
അതായത് നമ്മുടെ അതേ സൈസിലാണ്, നമ്മുടെ അതേ തന്നി പകർപ്പന്നെയാണ് നമ്മൾ ആ മിററിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ സൈസിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതൊരു പ്രോപ്പർട്ടിയാണ് ഇമേജിന്റെ. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദി മിറർ. അതായത് നമ്മളും മിററും തമ്മിലുള്ള, അതായത് ഈ ഒബ്ജക്റ്റും ഈ മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ മിററും ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 10 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. നമുക്ക് കോമൺ ആയിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. സോ ദാറ്റ് ഈസ്. പിന്നുള്ളത് ഇമേജ് ഈസ് ലിറ്ററലി ഇൻവേർട്ടഡ്. ലാറ്ററലി ഇൻവേർട്ടഡ് ആണ്, അല്ലാതെ തലകുയ്യായിട്ടല്ല കാണുന്നത്. നമ്മൾ കാണില്ലേ, നമ്മുടെ റൈറ്റ് ഹാൻഡ് പൊക്കുമ്പോൾ നമുക്ക് മിററിൽ എന്തായിട്ടാണ് തോന്നുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അതാണ് വേറൊരു പ്രത്യേകത എന്തിൻ്റെ? പ്ലെയിൻ മിറർ. അപ്പോൾ പ്ലെയിൻ മിററിൽ രൂപപ്പെടുന്ന ഇമേജസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. വാട്ട് ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? ഇപ്പം നമ്മൾ റിഫ്രാക്ഷൻ ഫിനോമിന റിഫ്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഈ റിഫ്രാക്ഷൻ ആണ് പറയുന്നത്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ച പോലെ ലൈറ്റ് എന്ത് ചെയ്യാണ്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് വരുമ്പോൾ അത് എന്ത് ചെയ്ത് പോവാണ്? ബെൻഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയാം. റിഫ്രാക്ഷൻ ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് ആസ് ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ ഡ്യൂ ടു ദ സ്പീഡ് ഓഫ്. അതായത് അതിന് കാരണം എന്താണ്? ഡിഫറെൻറ്റ് മീഡിയസിൽ, അതായത് ഓരോ മീഡിയത്തിലും ലൈറ്റിൻ്റെ സ്പീഡ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ബെൻഡ് ചെയ്ത് പോകും. അതായത് സ്പീഡ് കുറയുന്നു എന്നും വേണമെങ്കിൽ പറയാം. ഇത് സ്പീഡിൽ ഒരു ചേഞ്ച് വരുന്നതുകൊണ്ട് തന്നെയാണ് അത് ബെൻഡിങ് സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു റിഫ്രാക്ഷൻ എന്താ പറയുക വിശദീകരിക്കാൻ നമുക്ക് കുറച്ച് ടേംസ് നമ്മൾ റിഫ്ലക്ഷനിൽ പറഞ്ഞ സെയിം സാധനങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്യണം. അതായത് ഇൻസിഡൻറ്റ് റേ വേണം, റിഫ്രാക്റ്റഡ് റേ. അവിടെ റിഫ്ലക്റ്റഡ് റേ ആയിരുന്നു, ഇവിടെ റിഫ്രാക്റ്റഡ് റേ ആണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ നോർമൽ ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ ഇതൊരു മീഡിയ ആണ്. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തത് ഒരു മീഡിയ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒരു ബ്ലൂ ഇതിൽ കൊടുത്തത് വേറൊരു മീഡിയ ആണ്. അതായത് മീഡിയം 1 മീഡിയം 2 അല്ലെങ്കിൽ മീഡിയം 2 മീഡിയം 1. അപ്പോൾ നമ്മുടെ ലൈറ്റ് മീഡിയം 1 നിന്നും, അതായത് ഇവിടെ കൊടുത്തത് ഈ N1 എന്നുള്ളത് ബ്ലൂ ആണ്, മീഡിയം 1, ഇത് മീഡിയം 2 ആണ്. അപ്പം ലൈറ്റ് മീഡിയം 1ൽ നിന്നും മൂവ് ചെയ്തിട്ട് മീഡിയം 2യിലോട്ട് കടന്നു. അപ്പം എന്ത് ചെയ്തു? അതിനൊരു ബെൻഡിങ് സംഭവിച്ചു അല്ലേ? ലൈറ്റ് നേരെ പോകുന്നതിന് പകരം ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ടാണ് ലൈറ്റ് പോയത്. ദെൻ ആ മീഡിയത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ലൈന് വരച്ചാൽ ആ ലൈനിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. നമ്മൾ റിഫ്ലക്ഷനിൽ പറഞ്ഞ പോലെ നോർമൽ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നേരെയായിട്ടുള്ള ഒരു ലൈനാണ്. പിന്നെ നമ്മുടെ ഈ അതായത് മീഡിയത്തിലോട്ട് വരുന്നതിനെയാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. അത് വേറൊരു മീഡിയത്തിൽ ചെയ്തിട്ട് ബെൻഡ് ചെയ്ത് പോകുന്ന റേയാണ് നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇവിടെ ആരെന്ന് ഉദ്ദേശിക്കുന്നത് റിഫ്രാക്റ്റഡ് റേ ആണ് കേട്ടോ. സോ നമ്മൾ ഈ എന്താ പറയുക റിലേഷൻ, ഈ ഒരു റിഫ്രാക്ഷൻ സംഭവത്തിനെ നമ്മൾ മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്നെൽസ് ലോ എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുന്നത്. അതായത് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്നും നമ്മൾ പറയും. നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞു, അതേപോലെ തന്നെ നമുക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷനും ഉണ്ട്. അതിൽ ആദ്യത്തെ ലോ എന്ന് പറയുന്നത് നമ്മൾ മറ്റേൽ പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നു? ഇൻസിഡൻറ്റ് റേയും അതേപോലെ ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻസിഡൻറ്റ് റേയും ഈ റിഫ്രാക്റ്റഡ് റേയും ഈ നോർമലും എല്ലതും ഒരേ പ്ലെയിനിലാണുള്ളത്. അത് ഇതിലും സെയിം ആണ് കേട്ടോ. പിന്നെ വരുന്ന ലോ ആണ് സ്നെൽസ് ലോ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് θ1. ദർ ഈസ് ഓൾറെഡി ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. θ1ഉം θ2ഉം ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. θ1 ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, θ2 ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് രണ്ടും സെയിം ആണോ? അല്ല, ഒരിക്കലും സെയിം ആവില്ല അല്ലേ? കാരണം എന്താണ്? നമ്മൾ ഒരേപോലെ അല്ല പോകുന്നത്, ബെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതാണ് നമ്മുടെ θ1, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ല, റിഫ്രാക്ഷൻ ആണ്. അതായത് ഈ θ1ഉം ഈ θ1ഉം ഈ θ1ഉം ഈ θ2ഉം സെയിം അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത്
അപ്പം സ്നെൽസ് ലോയിൽ പറയുന്നത് എന്താണ്, അതിന് സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ തീറ്റ 1ഉം തീറ്റ 2ഉം ഈക്വൽ അല്ല എന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പം അതിനെങ്ങനെ റിലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കണമല്ലോ, അതാണ് നമ്മൾ പറയുന്നത്. അതായത് സൈൻ തീറ്റ 1 ഡിവൈഡഡ് ബൈ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ തീറ്റാൻ്റെ ആംഗിൾ ഡിവൈഡഡ് ബൈ ഈ സൈൻ തീറ്റ 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് രണ്ട് മീഡിയത്തിനും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂസ് ഉണ്ടായിരിക്കും രണ്ട് മീഡിയത്തിനും. അതിനെയാണ് നമ്മൾ N1 N2 എന്ന് ഡിറ്റർമൈൻ ചെയ്തത്. കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓരോ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. അതൊരു മീഡിയത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനാണ് നമ്മൾ N1 എന്നും N2 എന്നും ഡിനോട്ട് ചെയ്യുന്നത്. സോ അതും അതിൻ്റെ അതായത് N2 ഡിവൈഡഡ് ബൈ N1ഉം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്നെൽസ് ലോ പറയുന്നത് N1 ഇൻറ്റു സൈൻ തീറ്റ 1 വിച്ച് ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു സൈൻ തീറ്റ 2 വിച്ച് ഈസ് നോൺ ആസ് ദി സ്നെൽസ് ലോ. ദെൻ നെക്സ്റ്റ് ഇവിടെ ചെറിയൊരു റിലേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ N2 അതായത് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന അവിടേക്ക് എൻ്റർ ചെയ്യുന്ന ഈ ലൈറ്റ് റേൻ്റെ സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡ് എന്തായിരിക്കും, കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈ രണ്ട് മീഡിയം കമ്പയർ ചെയ്യുമ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഏത് മീഡിയത്തിനാണോ ആ മീഡിയത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ മറ്റേ മീഡിയത്തിനേക്കാളും സ്പീഡ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. Okay, that's a small relation between the speed of light and the refractive indices. So that's all today's class, and thank you.